നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രി ടു FC ബാഴ്സലോണ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, ഒന്നും ആയില്ലല്ലോ. റോഡ്രി ടു റയൽ മാഡ്രിഡ് നമ്മൾ കുറേ കേട്ടു, ഒടുവിൽ അത് നടന്നില്ല. റോഡ്രി ടു ബാഴ്സയായിട്ട് അത് മാറി. ഇന്നിപ്പോൾ മാർക്കറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഈ കരുതുന്ന പോലെ അത്ര ക്ലോസ് അല്ല ബാഴ്സലോണയിലേക്കുള്ള റോഡ്രിയുടെ പോക്കിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ സ്പോർട്ട് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാ ബാഴ്സലോണ റോഡ്രിക്കായിട്ട് രണ്ടാമത്തെ ഓഫർ കൂടി വെച്ചിരിക്കുകയാണ്. ആദ്യ ഓഫർ മാഞ്ചസ്റ്റർ സിറ്റി റിജക്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ഓഫർ അവർ വെച്ചിരിക്കുകയാണ്. അത് അത്യാവശ്യം മികച്ച രൂപത്തിലൊരു ഓഫർ തന്നെയാണെന്നാണ് സ്പോർട്ട് പറയുന്നത്. 65 മില്യൺ യൂറോ ഫിക്സഡ് പ്ലസ് 5 മില്യൺ യൂറോ ആഡ് ഓൺസ്, അങ്ങനെ 70 മില്യൺ യൂറോയുടെ ഓഫർ ബാഴ്സലോണ റോഡ്രിക്കായിട്ട് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ടീമിനും രണ്ട് ക്ലബ്ബുകൾക്കും ഈ ഒരു നെഗോസിയേഷൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന താല്പര്യത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബാഴ്സ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. കാരണം ഈ സെക്കൻഡ് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഡെഫിനിറ്റീവ് ഓഫറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് തന്നെയാണ് ബാഴ്സ ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചില ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ നെഗോസിയേഷനിലൂടെ നടന്നേക്കാം. പക്ഷേ മികച്ചൊരു ഓഫർ തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു ബാഴ്സ. ലഭ്യമാകുന്ന വിവരപ്രകാരം 1-2 ദിവസത്തിനിടക്ക് ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യപ്പെടും. ഒരു പക്ഷേ ഇന്ന് തന്നെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പുറത്തു വരും എന്നും സൂചനകളുണ്ട്. കാത്തിരിക്കാം റോഡ്രി ടു ബാഴ്സ എന്നതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.